നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. NSSന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിന് വാട്ടർ കിയോസ്ക് നിർമ്മിച്ചു നൽകി. ക്ഷേത്രങ്ങളെ ധർമ്മപ്രചരണ കേന്ദ്രങ്ങളാക്കണം. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. ഇരിങ്ങാലക്കുടയിൽ മധുരം ജീവിതം ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേയും കരിയർ ശില്പശാലയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. NSSന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഓരോ ജില്ലയിലെയും 1000 വിദ്യാർത്ഥികൾക്ക് കിറ്റ് നൽകുന്നു. ബാഗ്, പുസ്തകം തുടങ്ങിയ പഠനോപകരണങ്ങൾ ഉണ്ട്. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ NSS സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ RN അൻസർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, റൂറൽ SP B കൃഷ്ണകുമാർ, NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ജില്ലയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, ആലപ്പുഴ SD കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ലക്ഷ്മി, NSS വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിന് വാട്ടർ കിയോസ്ക് നിർമ്മിച്ചു നൽകി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, ബിജി ഡേവിസ്, MM ഗോപാലൻ, പ്രധാന അധ്യാപകൻ R ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് കൊടകര പഞ്ചായത്ത് സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചത്. ലഹരി വിമുക്ത ഇരിങ്ങാലക്കുട സാധ്യമാക്കുന്നതിനുള്ള മധുരം ജീവിതം ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ലഹരിക്കെതിരെ മാത്രമല്ല, സമൂഹത്തിൽ യുവജനങ്ങൾ കടന്നുപോകുന്ന വിപത്തുകൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിശ്രമങ്ങൾ കൂടി ലക്ഷ്യമിട്ട് യോജിപ്പിക്കാനാണ് ഈ ക്യാമ്പയിൻ. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരമൊരു ക്യാമ്പയിൻ ആവിഷ്കരിച്ച് പ്രാദേശിക തലം വരെ എത്താൻ കഴിയുന്ന വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ തലങ്ങളിലും ജാഗ്രതാ സമിതികളും രൂപീകരിക്കുന്നു. കൗൺസിലിംഗ് ശക്തിപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതികൾ നിലവിൽ വരണം. NSS, കുടുംബശ്രീ തുടങ്ങിയ മുന്നണി പോരാളികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജൂൺ 26-ന് മുൻപായി ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ നൃത്തശില്പം എന്നിവ നടത്തി. സബ് കളക്ടർ അഖിൽ V മേനോൻ, റൂറൽ SP B കൃഷ്ണകുമാർ, NSS സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ RN അൻസാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, ഡോക്ടർ കേസരി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ചിറ്റിലപ്പള്ളി, TV ലത, ലിതി രജീഷ്, മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി, മുൻ MP സാവിത്രി ലക്ഷ്മണൻ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ്, PG പ്രേംലാൽ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. നമ്മുടെ പൊതുസ്ഥലം മാത്രമല്ല, പൊതുസ്ഥലം മുതൽ നമ്മുടെ അടുക്കള വരെ, വീടിനകം വരെ എങ്ങനെ സുരക്ഷിതമാണ്. പോലീസ്, എക്സൈസ് പോലെയുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഒരുപാട് പൊതു സംവിധാനങ്ങൾ. പക്ഷെ ഞങ്ങളൊക്കെ കുഴയ്ക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഞങ്ങളൊക്കെ അകറ്റിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അടുക്കളയിലും പൊതു ഇടങ്ങളിലും
ഞങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് എൻഫോഴ്സ് ചെയ്യാം. ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിസജീവമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ പ്രാദേശിക തലം വരെ ചെന്നെത്താവുന്ന രീതിയിലുള്ള വിവിധങ്ങളായ പരിപാടികളോടെ ലഹരി വിമുക്ത ഇരിങ്ങാലക്കുട സാധ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ മധുരം ജീവിതം ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. മുരിയാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേയും കരിയർ ശില്പശാലയും സംഘടിപ്പിച്ചു. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കരിയർ വ്യക്തിത്വ വികസന ശില്പശാലയും നടത്തി. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DVSP ബിജോയ് PR ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എത്തി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, KU വിജയൻ, ഭരണസമിതി അംഗം ശ്രീജിത്ത് പട്ടത്ത്, സെക്രട്ടറി PB ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, K വൃന്ദാകുമാരി, നിഖിത അനൂപ്, സേവ്യർ ആളുകാരൻ, മണി സഞ്ജയൻ, നിത അർജുനൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രങ്ങളെ ധർമ്മപ്രചരണ കേന്ദ്രങ്ങളാക്കണമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതായും ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും സ്വാമി പറഞ്ഞു. ധർമ്മ സംരക്ഷണ കേന്ദ്രങ്ങളായി ഹൈന്ദവ സമൂഹം ക്ഷേത്രങ്ങളെ ഉയർത്തണം. കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ധർമ്മ സംരക്ഷണാർത്ഥം സ്വജീവിതം സമൂഹത്തിനായി സമർപ്പിച്ച് ഭാരതത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാകുംഭമേളയിൽ വെച്ച് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന് കൊടകരയുടെ സ്നേഹ സ്വീകരണം ക്ഷേത്രത്തിൽ വെച്ച് നൽകി. വൈകിട്ട് 6 മണിക്ക് ഹൈവേ ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി ചുള്ളിമംഗലത്ത് മന വാസുദേവൻ നമ്പൂതിരിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അവർകൾ അധ്യക്ഷനായി. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാനും രാഷ്ട്രീയ സ്വയം സേവക സംഘം എറണാകുളം വിഭാഗ് സംഘചാലകുമായ ബ്രഹ്മശ്രീ ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കൊടകരയിലെ 25ഓളം ക്ഷേത്ര ഭാരവാഹികളും NSS, യോഗക്ഷേമ സഭ, SNDP, KPMS തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തെ മാലയണിയിച്ച് ആദരിച്ചു. കണ്ടംകുളങ്ങര ക്ഷേത്രത്തിന്റെ വക ഉപഹാരം ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത് സ്വാമികൾക്ക് നൽകി ആദരിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ A രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ജനറൽ കൺവീനർ രഘു P മേനോൻ നന്ദി അറിയിച്ചു. ഓരോ സമയത്തും സാമാജികമായ ധർമ്മം നൽകുന്നതിന് ഈ ഭൂമിയിലെ വ്യക്തികളുടെ ജീവിതത്തിന് ധർമ്മം നൽകുന്നതിന് വലിയ രീതിയിലുള്ള ക്ഷയങ്ങൾ സംഭവിക്കുന്ന കാലത്തെല്ലാം നമ്മുടെ സമാജത്തിൽ നിന്ന് തന്നെ നിരവധി മഹാപുരുഷന്മാർ ആ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യാൻ വേണ്ടി അവതരിക്കുകയുണ്ടായി. മയക്കുമരുന്നും യുദ്ധവും വേണ്ട എന്ന് പറയുക എന്ന മുദ്രാവാക്യം ഉയർത്തി AISF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല പ്രവേശനോത്സവം CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് AISF സംസ്ഥാന പ്രസിഡന്റ് ബിബിൻ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് T പ്രദീപ് കുമാർ, തൃശൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപിദാസ്, AISF സംസ്ഥാന കമ്മിറ്റി അംഗം അരവിന്ദ് കൃഷ്ണ, KN രഘു എന്നിവർ സന്നിഹിതരായിരുന്നു. AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് ആദിത്യൻ നന്ദിയും അറിയിച്ചു. ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും മികവാർന്ന ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും കലാലയങ്ങളും തിയേറ്ററുകളും ഭിന്നശേഷിക്കാർക്കു കൂടി പ്രാപ്യമാകണമെന്ന് മന്ത്രി അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക പരിശീലന രീതിയിലൂടെ സമൂഹത്തിൽ പ്രയാസങ്ങളില്ലാതെ ഇടപെടാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
സ്നേഹവും വാത്സല്യവും നിറഞ്ഞ വളരെ പോസിറ്റീവായ അന്തരീക്ഷമാണ് ബഡ് സ്കൂളുകൾ ഒരുക്കുന്നത്. അതിന് സർക്കാരും സമൂഹവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബഡ് സ്കൂളുകൾക്കൊപ്പമുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടവരാണ് ഭിന്നശേഷി മക്കൾ. പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം. നമ്മുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാകണം. വെങ്കടശ്ശേരി സാന്ത്വനം ബഡ് സ്കൂളിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് എന്നിവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ ചിത്രരചനയിൽ 3ാം സ്ഥാനം നേടിയ അശ്വിൻ ശ്രീകുമാറിനെ അനുമോദിച്ചു. സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ബഡ് സ്കൂൾ കുട്ടികളുടെ വളർച്ച ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന് പിന്തുണ നൽകുന്ന ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരെയും ആദരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പഞ്ചായത്ത് മെമ്പർമാരായ TK ഗീത, CK സുനിൽകുമാർ, NT സജീവൻ, CB സുരേഷ്, ഫാദർ ജോൺ പാലിയേക്കര, ആര്യ, PTA പ്രസിഡന്റ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് നന്ദി അറിയിച്ചു. ബഡ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയും പകൽ വീട് അമ്മമാരുടെ കലാപരിപാടികളും അരങ്ങേറി. കൈകോർത്ത് പിടിക്കുന്നത് നമ്മുടെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സാമൂഹ്യ പുനരധിവാസം, അതായത് പ്രകൃതിയെയും സമൂഹത്തെയും മറ്റുള്ളവരെയും ഒക്കെ മനസ്സിലാക്കാനും തങ്ങളുടേതായ കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. NSSന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിന് വാട്ടർ കിയോസ്ക് നിർമ്മിച്ചു നൽകി. ക്ഷേത്രങ്ങളെ ധർമ്മപ്രചരണ കേന്ദ്രങ്ങളാക്കണം. മഹാപണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. ഇരിങ്ങാലക്കുടയിൽ മധുരം ജീവിതം ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ച് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേയും കരിയർ ശില്പശാലയും സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.